ഇനി സഹോദരങ്ങളെ, ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്, അങ്ങനാക്കിയത് ഇങ്ങനാക്കിയത് നോക്കെ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കാം, നമ്മുടെ പൂക്കോട്ടൂർ അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂര് അദ്ദേഹം പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പറവണ്ണയിൽ സുന്നികൾ മദ്രസത്തുൽ ബനാത്ത് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആരേ പറഞ്ഞു? സമസ്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന്. അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകൾ ഇവരാണ് എന്നിപ്പോ ആ ഒരു കുപ്പായം വിടാനുള്ള ശ്രമം മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം കൂടെ നമ്മളൊന്ന് കാണുക. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇവർ എതിരായിരുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയപ്പോ രണ്ടാമത്തെ മദ്രസ ഏതാ? മദ്രസത്തുൽ ബനാത്ത് പറവണ്ണ, പെണ്ണുങ്ങളെ മദ്രസ. ആരെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമത്വ എതിരാണ് എന്ന്? സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയപ്പോ രണ്ടാമത്തെ മദ്രസ ഏതാ? മദ്രസത്തുൽ ബനാത്ത് പറവണ്ണ, പെണ്ണുങ്ങളെ മദ്രസ. ആരെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമത്വ എതിരാണ് എന്ന്? അപ്പോ ആരെ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എന്താ? ആരെ പറഞ്ഞു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരായിരുന്നു എന്ന്? സമസ്ത തന്നെ പറഞ്ഞു. സമസ്ത തന്നെ പറഞ്ഞു. എന്നറിയാമോ? 1930 മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ ഇന്നും പിൻവലിച്ചിട്ടില്ലാത്ത ഇപ്പോഴും നിലനിൽക്കുന്ന പ്രമേയമുണ്ട്. എന്താണെന്നറിയുമോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശരഇൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശരഇൽ കൈയെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. എന്താണ്? 1930 മാർച്ച് 16 മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ പാസാക്കിയതാണ്. പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല, അവരെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പൂക്കോട്ടൂർ ചോദിച്ചതോ? ആരേ പറഞ്ഞു സമസ്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന്? സമസ്ത തന്നെ പറഞ്ഞു. നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ പറഞ്ഞു സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിങ്ങൾ എതിര് തന്നെയാണ് എന്നത്. പിൻവലിച്ചോ? ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല. ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല. എന്നിട്ടോ ഈ സമൂഹത്തിൽ നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? അവർക്ക് പ്രത്യേകം സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ലേ? അല്ലാത്തതുമായ സ്ഥാപനങ്ങളില്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പഠിക്കട്ടെ ഈ സമൂഹം, പെൺകുട്ടികളും വിദ്യ നേടട്ടെ. അന്ന് നിങ്ങൾ പ്രമേയം പാസാക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പരിഹാസവും അതുപോലുള്ള കാര്യങ്ങളുമായി വന്നെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ആരേ പറഞ്ഞു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരായിരുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? സഹോദരങ്ങളെ, ഈ പ്രമേയം പിൻവലിച്ചിട്ടില്ല. ഇനിയും ഈ നാട്ടിലുള്ള സഹോദരിമാർ സമസ്തയുടെ ആ പ്രമേയവുമായിട്ടാണ് ഇന്നും നടക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് അതെന്താവും? എന്റെ ശബ്ദം കേൾക്കുന്ന സുന്നികളായ രക്ഷിതാക്കളെ, ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പെൺകുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ. സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് കരുതി പെൺകുട്ടികളെ പഠിപ്പിക്കാതെ വിടുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മക്കളെ കഥ? എന്തായിരിക്കും സഹോദരങ്ങളെ നിങ്ങളുടെ സഹോദരിമാരുടെ സ്ഥിതി? മുജാഹിദ് ഉസ്താദ് പറഞ്ഞു